ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള വറുത്തരച്ച ഫിഷ് കറിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഈ ഫിഷ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള വറുത്തരച്ച ഫിഷ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കിലോ കേര ഫിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഫിഷ് കറി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. നമ്മൾ വറുത്തരച്ച ഫിഷ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 മുറി തേങ്ങ, 5 പീസ് വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ. തേങ്ങയുടെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് പോരാ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറക്കണം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിതിൻ്റെ പാകമെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരും, കളർ നന്നായിട്ട് ചേഞ്ചായി കിട്ടും. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മുടെ വെറൈറ്റി ഫിഷ് കറിക്ക് വേണ്ടിയുള്ള വറുത്തരച്ച ഗ്രേവി ഇവിടെ റെഡിയാണ്. നമുക്കിനി വളരെ എളുപ്പത്തിൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ഫിഷ് കറി റെഡിയാക്കിയെടുക്കാം. നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള വറുത്തരച്ച ഫിഷ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മുടെ കറിക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൺചട്ടി യൂസ് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, 4 പച്ചമുളക് നെടുകെ കീറിയത്, മീഡിയം സൈസ് ഇഞ്ചി, 6 വെളുത്തുള്ളി എന്നിവ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്, ആവശ്യത്തിന് കറിവേപ്പില. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും പെട്ടെന്നൊന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫിഷ് കറിയിൽ നിന്നും നല്ലൊരു കിടിലൻ ടേസ്റ്റാണ് ഈ ഫിഷ് കറിക്ക്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഫിഷ് കറിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും.
ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പീസ് പുളി നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് സവാള ഒന്ന് വഴറ്റിയെടുത്തത്. എങ്കിലും ഇനിയും ഫിഷ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫിഷിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ കേര ഫിഷും കൂടി ചേർത്ത് കൊടുക്കാം. ഫിഷ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഫിഷും ഗ്രേവിയും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള ഫിഷ് കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 6 പീസ് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫിഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വെറൈറ്റി ടേസ്റ്റിലുള്ള വറുത്തരച്ച ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.